സർ, CM വിജിൻ ഇവിടെ അവതരിപ്പിച്ച പ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. ഈ വൈദ്യ പഠനത്തിന് അർഹത നേടാനുള്ള മത്സര പരീക്ഷ എന്ന നിലയിലാണല്ലോ നീറ്റ് പരീക്ഷ നടക്കുന്നത്. എൻട്രൻസ് എഴുതുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം MBBS ആയിരിക്കും. പക്ഷെ അത് ലഭിക്കാതെ പോകുമ്പോഴാണ് ഇതേ പരീക്ഷ എഴുതിയിട്ടുള്ള ആളുകൾക്ക് BDSും BAMSും BHMSും BBSCയും എല്ലാം പിന്നീട് ലഭിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. സർ, ഇവിടെ 2024 കണക്കനുസരിച്ച് MBBSന് ഇന്ത്യയിൽ 707 മെഡിക്കൽ കോളേജുകളിലായി 1,10,000-ഓളം സീറ്റുകൾ മാത്രമാണുള്ളത്. പക്ഷേ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 24 ലക്ഷമാണ്. ഞാനിത് പറയുന്നത് ഇത്രയധികം ലക്ഷക്കണക്കായ ആളുകളെ ഇത്തരം മത്സരത്തിലെ പരീക്ഷയ്ക്ക് വേണ്ടി എത്തിച്ച് ആ മത്സര പരീക്ഷകൾ പങ്കെടുക്കുന്നവരിൽ നിന്ന് കണ്ടമാനം പണം കണ്ടെത്താൻ അല്ലെങ്കിൽ അഴിമതി നടത്താൻ അവരിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള സൗകര്യം ഈ രാജ്യത്ത് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ ട്യൂഷൻ സെൻറ്ററുകൾ പോലുള്ള ഏറ്റവും വലിയ സെൻറ്ററുകൾ, കോച്ചിങ് സെൻറ്റർ എന്ന രീതിയിൽ നടത്തുന്ന ആ സെൻറ്ററുകളും അതുമായി ബന്ധപ്പെട്ടവരുടെ പ്രവർത്തനവും അതിൽ വലിയ പങ്കുവഹിക്കുന്നുവെന്ന് കാണാൻ കഴിയും. സർ, ഇത് 2013 നീറ്റ് ആരംഭിക്കുമ്പോൾ ആകെ ഇവിടെ ഉണ്ടായിരുന്നത് 7 ലക്ഷം വിദ്യാർത്ഥികളാണ്. അവരാണ് ഇപ്പോൾ 24 ലക്ഷമായി മാറിയിരിക്കുന്നത്. 10 വർഷത്തിനിടയിൽ കാര്യമായ വർധനവ് ഈ കാര്യത്തിലുണ്ടായിരിക്കുന്നു. അതിനനുസരിച്ച് അതുപോലെ തന്നെ ഈ പറയുന്ന കോച്ചിങ് സെൻറ്ററുകളുടെ എണ്ണം വർദ്ധിക്കുകയും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയും അവർ വലിയ തോതിൽ മാഫിയ സംഘങ്ങളെപ്പോലെ ഇത്തരം പരീക്ഷാർത്ഥികളെ കണ്ടെത്തി അവരിൽ നിന്ന് പണം പിടുങ്ങാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. വൻകിട ട്യൂഷൻ സെൻ്ററുകളും അധികാര കേന്ദ്രങ്ങളിലെ ഉന്നതരും ചേർന്ന് വലിയ കൊള്ളയാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് എന്നതാണ് 24 ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും കാണാൻ കഴിയുന്നത്. സർ, ഈ വാർത്തകൾ നമുക്ക് കാണാൻ കഴിഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ചൂണ്ടിക്കാണിച്ചു. പ്രമേയാവതാരകൻ തന്നെ ആ കാര്യം ചൂണ്ടിക്കാണിച്ചു. മെയ് 5-ാം തീയതിയാണ് പരീക്ഷ. ഏപ്രിൽ 14 വരേണ്ടത് 10 ദിവസം നേരത്തെ റിസൾട്ട് വരുന്നു. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. അന്നിവിടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ തരത്തിലുമുള്ള റിസൾട്ട് വരുന്ന ദിവസത്തിൽ ഇത് അതിൻ്റെ ഇടയിൽ മുങ്ങിപ്പോകും, അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാതെ പോകും എന്ന് കരുതി വളരെ ബോധപൂർവം ചെയ്തതാണ് ഈ കാര്യം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേന്ദ്ര ഭരണാധികാരികൾ ഈ കാര്യത്തിൽ ഒരു മറുപടിയും ന്യായമായി പറയാത്ത വിധത്തിലാണ് കേന്ദ്രത്തിലുള്ള വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ചോദ്യങ്ങളെ സമീപിക്കുന്നത്. അവരതിന് മറുപടി പറയാൻ തയ്യാറാവുന്നില്ല. 10 ദിവസം മുമ്പ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അതേ ദിവസം തന്നെ എന്തിനാണിത് കൊണ്ടുവന്നത് എന്നതിന് അവർക്ക് മറുപടിയില്ല. അതുപോലെ തന്നെ എന്തിനാണ് തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിനിടയിൽ നീറ്റ് പരീക്ഷ ആര് ശ്രദ്ധിക്കാതെ പോകുമെന്ന് കരുതിയല്ലേ 67 പേർക്ക് എങ്ങനെയാണ് മുഴുവൻ മാർക്കും കിട്ടിയത്? സർ, ഇത് ശരി ഉത്തരം എഴുതുന്ന ആളുകൾക്ക് 4 മാർക്കും നെഗറ്റീവായി വന്നിട്ടുണ്ടെങ്കിൽ അതിന് 1 മാർക്ക് മൈനസും വരുന്ന ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് സാർ 718 719 മാർക്ക് കിട്ടുക, 720 മാർക്ക് കിട്ടുന്നത് മനസ്സിലാക്കാം. സർ, ഇവിടെ 67-44 പേർ തെറ്റായ ഉത്തരം എഴുതിയവർക്ക് പോലും ഫുൾ മാർക്ക് കിട്ടിയതായിട്ടാണ് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ പേരിലൊക്കെ കേസെടുത്തിരിക്കുകയാണ്. സർ, വൈകി പരീക്ഷയ്ക്കെത്തിയ ആളുകൾക്ക് എന്തിനാണ് സർ ഗ്രേസ് മാർക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നത്? ആ ഗ്രേസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് പേർക്ക് ഇവിടെ 720 ആയി കിട്ടിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ 1-ാം റാങ്കുകാരായി മാറുന്നു. 67 പേർ 1-ാം റാങ്കിൽ വരുന്നു എന്നാണ് പറയുന്നത്. സർ, ഒരേ സെൻറ്ററിലെ 6 പേർക്ക് 1-ാം റാങ്കാണ്. ഗുജറാത്തിലെ ഗോദ്രയും ബീഹാറിലെ പാറ്റ്നയും ആണ് ഈ അട്ടിമറി കേന്ദ്രങ്ങളിൽ പ്രധാനമായത് എന്ന് കാണാൻ കഴിയും. അതുപോലെ വഡോദരയിൽ പ്രവർത്തിക്കുന്ന റോയ് ഓവർസീസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനമാണ് മുഖ്യ പ്രതികളിൽ ഒന്ന്. ലക്ഷങ്ങൾ മുടക്കാൻ തയ്യാറുള്ള രക്ഷിതാക്കളെ മക്കളോട് പറയുന്നത്, രക്ഷിതാക്കളെ കണ്ടെത്തി അവരുടെ കാശ് വാങ്ങി അവരോട് പറയുന്ന ഉത്തരം ഈ ചോദ്യപേപ്പർ നേരത്തെ കൊടുത്താലും അതിന് ഉത്തരം എഴുതാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ബ്ലാങ്ക് ഷീറ്റ് വെച്ചാൽ മതി, ആൻസർ പേപ്പർ ബ്ലാങ്കായി മേശപ്പുറത്ത് വെച്ചാൽ മതി എന്ന് പറയുകയും അതിന് ഇത്തരം കേന്ദ്രങ്ങളിലെ ആളുകൾ അധ്യാപകരുൾപ്പെടെയുള്ളവർ ഒത്താശ ചെയ്ത് ശരിയുത്തരം എഴുതി അവിടെ രക്ഷിച്ചെടുക്കുകയും ചെയ്യുന്ന ശ്രമമാണ് നടത്തുന്നത്. സർ, 10 ലക്ഷം മുതൽ കോടിക്കണക്കിന് രൂപ വരെയാണ്
ആളുകളെ ഇത്തരം സാമ്പത്തികമായി ആളുകളിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടി ഈ പറയുന്ന കേന്ദ്രങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള അഴിമതിയാണ് സാർ ഇതിൽ നടത്തുന്നത്. കോടാനുകോടി രൂപയുടെ അഴിമതിയാണ്. ഇപ്പോൾ ഈ സ്ഥാപന ഉടമ പല സ്ഥാപനങ്ങളുടെ ഉടമയും കോച്ചിങ് സെൻറ്ററിലെ അധ്യാപകരുമടക്കം 12 വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമെല്ലാം പ്രതികളായി കേസ് പെട്ടിരിക്കുകയാണ്. സാർ പട്നയിലും വിശദമായ അന്വേഷണമുണ്ട്. ഒരു ക്രിമിനൽ സംഘം 35ഓളം പരീക്ഷാർത്ഥികളെ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ എത്തിച്ച് ചോദ്യപേപ്പർ നൽകുകയായിരുന്നു അത്രേ. ഇവിടെ കുറ്റവാളികൾ എന്ന് സംശയിക്കുന്ന 7 വിദ്യാർത്ഥികളടക്കം പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽപ്പെടും. സർ, ഇതൊക്കെ വലിയ സംഘടിതമായി ഇതാരും അറിയാതെ ചെയ്യുന്ന കാര്യമല്ല. കേന്ദ്രത്തിൽ ഈ NTA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി ഏജൻസി, അവരെ സംബന്ധിച്ചിടത്തോളം അവരും ഇതിനാവശ്യമായ രീതിയിലുള്ള ഒത്താശകൾ ചെയ്തു കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ നടത്താൻ കഴിയുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സർ, ഇതിൻ്റെ എല്ലാം ദുരന്തം നേരിടേണ്ടി വരുന്നത് നമ്മുടെ രാജ്യത്തെ ആരോഗ്യ മേഖലയായിരിക്കും. ഇത്തരത്തിൽ അനർഹരായ ഒരുപാട് പേരെയാണ് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ അവർ ഡോക്ടർമാരും മറ്റുമായി വരികയും പിന്നെ നമ്മുടെ ആരോഗ്യരംഗത്തെ കടന്നു വരികയും ചെയ്യുന്നത്. സർ, പണമുണ്ടായാൽ മതി, പഠിപ്പുണ്ടാകണമെന്നില്ല, യോഗ്യത നേടണമെന്നില്ല. എന്നിട്ടും അവർക്ക് ഇത്തരം മേഖലകളിലേക്ക് കടന്നു വരാൻ കഴിയുന്ന അവസ്ഥയുണ്ടാകുന്നു. കോച്ചിങ് സെൻറ്ററുകളിൽ എത്തുന്നവർക്ക് വർഷങ്ങളോളം അവിടെ മെനക്കെടേണ്ടി വരികയും വലിയ തോതിൽ പണം മുടക്കേണ്ടി വരികയും ചെയ്യുന്നു. സാധാരണക്കാർക്ക് ഇത് അപ്രാപ്യമായ കാര്യമാണെന്ന് തോന്നുന്നു. സർ, വൈദ്യശാസ്ത്ര പഠനമെന്നത് വലിയ കച്ചവടമായി മാറുകയാണ്. ഇന്നത്തെ രീതിയിലുള്ള മത്സര പരീക്ഷകൾ വൻ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല. സർ, പരീക്ഷാ സമ്പ്രദായത്തിൻ്റെ ഇന്നത്തെ രീതിക്ക് പകരം ശാസ്ത്രീയമായ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും അനിവാര്യമായ അത്തരം നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുകയാണ്. സർ, രാജ്യത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്ന വിദ്യാർത്ഥി സമൂഹം ഇന്ന് അക്കാഡമിക് ഇതര ഏജൻസികൾ നടത്തുന്ന ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നതും അവരുടെ കഴിവും സാമർഥ്യവും പണത്തിന് മുമ്പിൽ കീഴടങ്ങുന്നതും നിത്യ കാഴ്ചകളായി മാറുകയാണ്. സാർ, ഇത്തരമൊരു സാഹചര്യത്തിലാണ് രാജ്യത്ത് വലിയ തോതിൽ വിദ്യാർത്ഥി സംഘടനകളും അവരെ പിന്തുണക്കുന്ന ജനവിഭാഗങ്ങളുമെല്ലാം പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് വന്നിരിക്കുന്നത്. സാർ, എന്നിട്ടും കേന്ദ്ര ഭരണകർത്താക്കൾ, പ്രത്യേകിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്ന ലജ്ജാകരമായ അവസ്ഥയാണ് സാർ നമുക്ക് കാണാൻ കഴിയുന്നത്. സാർ, ഇതൊരു പരീക്ഷയല്ല, തൊട്ട് നടന്ന നെറ്റ് പരീക്ഷകളിൽ ഏതാണ്ട് കോളേജ് അധ്യാപക യോഗ്യത നേടുന്നതിനുള്ള 11 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത നെറ്റ് പരീക്ഷയിലും ഇത് തന്നെ സംഭവിച്ചു എന്നതാണ് പിന്നീടുള്ള വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാർ, അതുപോലെ നീറ്റ് PG അത് നിശ്ചയിച്ച ആ പരീക്ഷ തന്നെ മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിനുള്ള ചോദ്യപേപ്പറുകൾ ചോർന്നു എന്ന വിവരം നേരത്തെ തന്നെ എത്തിയ സാഹചര്യത്തിലാണ് അത് മാറ്റിവെക്കേണ്ടി വന്നിരിക്കുന്നത്. സർ, ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നീറ്റ് പരീക്ഷയിൽ 13,16,164 ആളുകളാണ് യോഗ്യത നേടിയത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇത്തരം ആളുകൾക്കെല്ലാം ആവശ്യമായ പഠിക്കാനുള്ള കോളേജുകൾ പോലുമില്ല എന്ന് കാണാൻ കഴിയും. 23 ലക്ഷത്തിൽ പരം പേർ പരീക്ഷയിൽ പങ്കെടുത്തവരാണ്. സർ, രാജ്യം മുഴുവൻ ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭം ഈ പ്രശ്നത്തെ തുടർന്ന് വളർന്നു വന്നിരിക്കുകയാണ്. രാജ്യത്തെ ന്യായമായ നീതിബോധത്തോടെയുള്ള രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് നല്ല തിരിച്ചറിവുള്ള സമൂഹവും രക്ഷാകർത്താക്കളുമെല്ലാം ഈ പ്രക്ഷോഭത്തിനൊപ്പം നിൽക്കുകയാണ്. അപ്പോഴും ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല കാര്യങ്ങളിലും അമിതമായ താല്പര്യത്തോടു കൂടിയ വാർത്തകൾ സൃഷ്ടിക്കുന്ന നമ്മുടെ മാധ്യമങ്ങളിൽ ചിലതെങ്കിലും അത് കണ്ടിൽ നിന്ന് അടിക്കുകയും അല്ലെങ്കിൽ അതിന് ആവശ്യമായ രീതിയിലുള്ള അത് തമസ്കരിക്കുന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്തതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ അവരുടെ ഭാവി കരുപ്പിടിപ്പിക്കുന്നതിന് ആയി നടത്തുന്ന ഈ പ്രവർത്തനം അവർ വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ബൃഹത്തായ ഒരു രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസവും യോഗ്യതാ പരീക്ഷകളും ഒറ്റ ഏജൻസിയിൽ കേന്ദ്രീകരിക്കുന്നതിൻ്റെ പരിണിതഫലമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന വിധത്തിൽ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത സംസ്ഥാനത്ത് എങ്ങനെയൊക്കെയാണ് അതിനൊക്കെ ഉള്ള പരിശോധന നടത്തി ആവശ്യമായ രീതിയിലുള്ള തീരുമാനം അതിനുള്ള കമ്മിറ്റിയൊക്കെ വച്ചിരിക്കുന്നു, അന്വേഷണം നടക്കുന്നു, CBI അന്വേഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇവിടെ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകയും പരീക്ഷകളുടെയും അവയുടെ നടത്തിപ്പിൻ്റെയും സുതാര്യതയും പവിത്രതയും ഉറപ്പുവരുത്താൻ കഴിയത്തക്ക വിധത്തിലുള്ള നീക്കം ഇതിലുണ്ടാകണം. അതിന് രാജ്യത്തെ
ഈ ആരോഗ്യ മേഖലയെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉൾപ്പെടെയുള്ളവരുടെ വലിയ ഇടപെടൽ ആവശ്യമാണ് എന്നതാണ് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാവി ഇരുളടഞ്ഞതാകും. യോഗ്യതാ പരീക്ഷയ്ക്ക് ഒറ്റ കേന്ദ്രം എന്നത് തിരുത്തുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാന ആവശ്യം എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഈ വിഷയത്തെ സംബന്ധിച്ച് രാജ്യത്ത് വ്യാപകമായി വളർന്നു വരുന്ന പ്രക്ഷോഭത്തെ കണ്ടെങ്കിലും കേന്ദ്ര ഭരണകർത്താക്കൾ അവരുടെ പിടിപ്പുകേടും ഈ കാര്യത്തിൽ അവർ കാണിച്ചിട്ടുള്ള കൊള്ളരുതായ്മയും തിരിച്ചറിഞ്ഞുകൊണ്ട് ആവശ്യമായ വിധത്തിലുള്ള തിരുത്തലിന് തയ്യാറാകണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുക മാത്രം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്.